മ്യാൻമറിൽ വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഭൂകമ്പത്തിൽ മരണം 2056. 3900 പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 270 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതേസമയം 11 നിലയുള്ള 4 കെട്ടിടങ്ങൾ തകർന്നു വീണ സ്കൈവില്ല മേഖലയിൽ സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. മിനിറ്റുകൾക്കു ശേഷം 6.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂചലനവും ചെറിയ ഭൂചലനങ്ങളും അനുഭവപ്പെട്ടു. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി മ്യാൻമറിലെത്തിയ ഇന്ത്യൻ സംഘം നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. അവശ്യ സാധനങ്ങളുമായി 4 കപ്പലുകൾ ഇന്ത്യ മ്യാൻമറിലേക്ക് അയച്ചിട്ടുണ്ട്. റെയിൽവേ, വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇന്ത്യ, ചൈന, സിംഗപ്പൂർ തുടങ്ങി വിവിധ രാജ്യങ്ങൾ മ്യാൻമറിനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സഹായങ്ങളൊന്നും എല്ലാ മേഖലകളിലും എത്തിയിട്ടില്ലെന്നാണ് വിവരം. ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ താൽക്കാലിക ആശുപത്രി ഒരുക്കുവാനുള്ള നടപടികൾ കരസേന ആരംഭിച്ചു. അവശ്യ സാധനങ്ങളുമായി കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും മ്യാൻമറിലേക്ക് അയക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 11 നിലയുള്ള 4 കെട്ടിടങ്ങൾ തകർന്നു വീണ സ്കൈവില്ല മേഖലയിലും സഹായമെത്തിക്കുവാൻ ശ്രമങ്ങൾ തുടരുകയാണ്. അതിനിടെ മ്യാൻമർ ഭൂകമ്പം അതീവ അടിയന്തരാവസ്ഥയെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാനും $8 മില്യൺ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മ്യാൻമറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിലുണ്ടായ വ്യാപക നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ഭൂമിയിലെ ചെറിയ വസ്തുക്കളുടെ വരെ ചിത്രങ്ങൾ പകർത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും നൂതനമായ എർത്ത് ഇമേജിംഗ് ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 3 ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. 50 സെന്റിമീറ്റർ വരെ ചെറിയ വലിപ്പത്തിലുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്താൻ പോലും കാർട്ടോസാറ്റ് 3ന് ശേഷിയുണ്ട്. ഇറവാടി നദിക്ക് കുറുകെയുള്ള വലിയ പാലം തകർന്നതും മാൻഡലി സർവകലാശാലയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളും ആനന്ദ പഗോഡയുടെ തകർച്ചയും ചിത്രങ്ങളിൽ കാണാം. 2019 വിക്ഷേപിച്ച കാർട്ടോസാറ്റ് 3 അഡ്വാൻസ്ഡ് എർത്ത് ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ISRO വളരെ അപൂർവമായി മാത്രമേ പുറത്തുവിടാറുള്ളൂ.